السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നാമൊക്കെയും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകളാണ്. ഓരോ സ്വലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വലാത്ത് ദുന്യാവിലെയും ആഖിറത്തിലെയും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന സ്വലാത്ത് അത് അത്ഭുതമാണ്. ആ സ്വലാത്ത് കൊണ്ട് നേടാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. എല്ലാ പ്രയാസങ്ങൾക്കും, എത്ര വലിയ പ്രയാസം, ബുദ്ധിമുട്ട്, ദുഃഖമാണെങ്കിലും ആ സ്വലാത്ത് ചൊല്ലിയാൽ നീങ്ങിക്കിട്ടും. എത്ര വലിയ രോഗമാണെങ്കിലും ആ സ്വലാത്ത് കൊണ്ട് അത് മാറിക്കിട്ടും. എത്ര വലിയ കുടുക്കിൽപ്പെട്ടാലും ആ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടും. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും വലിയ മഹത്വങ്ങളാണ് ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. അത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ അറിഞ്ഞാൽ ഇത്ര വലിയ മഹത്വമാണോ ഈ സ്വലാത്തിനിക്ക് അള്ളാഹു നൽകുന്നത് എന്ന് നാം ചിന്തിച്ചു പോകും. ആ സ്വലാത്ത് നമുക്കൊക്കെയും അറിയുന്ന, കാണാതെ നാം പഠിച്ച മനപ്പാഠമുള്ള ഒരു സ്വലാത്താണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളിൽ ദിവസവും ഇതുപോലുള്ള അറിവുകൾ ദിവസവും നിങ്ങൾ എത്തിച്ചു തരുന്നത് ചാനലിൻ്റെ അഡ്മിനാണ്. അപ്പോൾ ചാനലിൻ്റെ അഡ്മിൻ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 വർഷത്തോളമായി ഇതുവരെ ആയിട്ടും ആ വീടിൻ്റെ പണി ഒരു നിലയിലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം, ഞങ്ങൾ ഈ ഒരു റമദാനിൻ്റെ മാസം തീരുന്ന ആ സമയം ഒരു ഇത്ര രൂപ വെച്ച് ഒരു സഹായം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം പ്ലാനിങ്ങിലാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ഞാനിവിടെ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇതിലേക്ക് അയച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതായിരിക്കും. ഇത് റമദാൻ മാസമാണ്. ഈ കൂലി നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ചെറിയൊരു സഹായം ചെയ്താൽ അതിനുള്ള കൂലി അത്രയും വലുതാണ്. അപ്പോൾ നിങ്ങളൊരു സഹായം ചെയ്യും എന്ന് കരുതുന്നു. ഗൂഗിൾ പേ നമ്പർ ഇവിടെ മുകളിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. നമ്മുടെ നാടുകളിൽ ആ സ്വലാത്തിന് പറയുന്ന പേര് സ്വലാത്തുൻ നാരിയ. ഓരോ നാടുകളിലും അതിന് പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു സ്വലാത്താണ്. മഹാന്മാര് അവരുടെ കിതാബുകളിൽ അതിന്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഖസീനത്തുൽ അസ്റാർ എന്ന ഒരു കിതാബിൽ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞതെനിക്ക് കണക്കുമില്ല. അത്രയും മഹത്വങ്ങളാണ് മഹാന്മാര് അതിനിക്ക് പറഞ്ഞത്. സ്വലാത്തു തഫ്രീജിയ എന്ന ഒരു പേരും ആ സ്വലാത്തിനിക്കുണ്ട്. പശ്ചിമേഷ്യയിൽ മൊറോക്കോ പോലെയുള്ള നാടുകളിൽ ആ സ്വലാത്തിന് പറയുന്ന പേര് സ്വലാത്തുൻ നാരിയ. നമ്മുടെ നാടുകളിൽ പറയുന്ന അതേ പേര് തന്നെയാണ്. ഓരോ നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന സ്വലാത്താണ്. സ്വലാത്ത് ഒന്ന് തന്നെയാണ്. സ്വലാത്തുൻ നാരിയ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണ്? മഹാന്മാര് പറയുന്നു, ലിഅന്നഹും ഇദാ അറാദു തഹ്സീലൽ മത്ലൂബി, ഒരു കാര്യം പൂർത്തിയായി കിട്ടാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, മനസ്സിലെന്തെങ്കിലും നല്ലൊരു കാര്യമുണ്ട്, അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം. ഔ ദഫ്അൽ മർഊബി, അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു കാര്യം നീങ്ങിക്കിട്ടണം. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്ന ഒന്നാണ് കൊറോണ വൈറസ്. അത് എത്രയും പെട്ടെന്ന് അത് നീങ്ങിക്കിട്ടണം, മാറിക്കിട്ടണം. അങ്ങനെ എന്തുമാകട്ടെ, എന്തെങ്കിലും ഭയപ്പെടുന്ന ഒരു വിഷയത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ യജ്തമിഊന ഫീ മജ്ലിസിൻ വാഹിദിൻ, ഒരു മജ്ലിസിൽ, ഒരു സ്ഥലത്ത് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു. വയഖറഊന, അവര് പാരായണം നടത്തുന്നു, അവര് ചൊല്ലുന്നു 4444 മറ, 4444 പ്രാവശ്യം ചൊല്ലിയാൽ ഫൈനാലു മത്ലൂബഹു സരിഅൻ കന്നാർ, മഹാന്മാര് നമ്മോട് പഠിപ്പിക്കുകയാണ്. ഫൈനാലു മത്ലൂബഹു, അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും. സരിഅൻ, പെട്ടെന്ന്. ഏതുപോലെ? കന്നാർ, തീ പോലെ. തീ ഏതുപോലെയാണോ പെട്ടെന്ന് പടർന്ന് പന്തലിച്ചു പിടിക്കുന്നത്, എത്ര പെട്ടെന്നാണോ തീ കത്തിപ്പിടിക്കുന്നത്, അതുപോലെ പെട്ടെന്ന് അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടും. അവന്റെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടും. അവന്റെ പേടി
അത് അവൻ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് മഹാന്മാരെ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വലാത്തുൻ നാരിയ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. ഓരോ ആളുകളും അതിന് പല പേരുകളാണ് പറഞ്ഞത്. വയുക്കാലുലഹ ഇന്ദ അഹ്ലിൽ അസ്റാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അസ്റാറിന്റെ ആളുകൾ അതിലേക്ക് കൊടുത്ത പേരെന്താണ്? മിഫ്താഹുൽ കൻസിൽ മുഹീത്ത് ലിനൈലി മറാമിൽ അബീദ്, ഒരു അടിമയുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന ഒരു നിധി എന്നാണ് സ്വലാത്തിന് അവർ കൊടുത്ത പേര്. പ്രിയപ്പെട്ടവർ, ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. മഹാനായ വഖാലൽ ഇമാമുൽ ഖുർത്തുബി ഇമാം പറയുകയാണ്, മൻ ദാവമ അലാ ഹാദി സ്വലാത്ത കുല്ല യൗമിൻ, ഈ സ്വലാത്തിന് നാരിയത്തു സ്വലാത്തിന് ആരെങ്കിലും ഒരാള് എല്ലാ ദിവസവും 41 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അല്ലെങ്കിൽ അവനിക്ക് കഴിയുന്ന അതിനേക്കാളും കൂടുതൽ നല്ല ഒരു സംഖ്യ അവന് പതിവാക്കിയാൽ, ദായമാക്കിയാൽ അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് മഹാനവരുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫറജല്ലാഹു ഹമ്മഹു വഗമ്മഹു, അവന്റെ സകലമാന വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും അതോടുകൂടെ നീങ്ങിക്കിട്ടും. വകശഫ ഖുർബഹു വദുറു, ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും മാറിക്കിട്ടും. വയസ്സറ അംറഹു അവന്റെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. വനവ്വറ സിർറഹു, അവന്റെ ഹൃദയം പ്രകാശിക്കും. വഅസ്സന ഹാലഹു, അവന്റെ അവസ്ഥ നന്നായി കിട്ടും. വവസ്സിഅ റിസ്ഖഹു, അവന്റെ റിസ്ക് വിശാലമായി കിട്ടും. വഫതഹ അലൈഹി അബ്വാബൽ ഖൈറാത്തി വൽ ഹസനാത്ത്, ഖൈറിന്റെയും ഹസനാത്തുകളുടെയും നന്മയുടെ എല്ലാ കവാടങ്ങളും അതോടുകൂടെ അവനിക്ക് തുറന്നു കിട്ടും. വനുഫിദത്ത് കലിമത്തുഹു ഫിർ റാസിയാത്ത്, അധികാരികളുടെ അടുത്ത് അവന്റെ വാക്കിന് വലിയ വില കൽപ്പിക്കും. അവന്റെ വാക്കുകളെ അധികാരികൾ സ്വീകരിക്കും. വഅമിനഹു മിൻ ഹവാതിസിദ് ദഹർ, കാല മുസീബത്തുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ഇത് ചൊല്ലുന്ന ആളുകൾ ഒരു കാല മുസീബത്തിലും പെടൂല. വശരി നഖബാത്തിൽ ജൂഇ വൽ ഫഖ്രി, എല്ലാവിധ ഫഖറിൽ നിന്നും വിശപ്പിൽ നിന്നും അവനെ കാക്കപ്പെടും. ഓൽക്കിയ ലഹു മഹബ്ബത്തു ഫിൽ ഖുലൂബി, ജനങ്ങൾക്ക് അവനോട് നല്ല മഹബ്ബത്തിനെ അള്ളാഹു ഇട്ടുകൊടുക്കും. അവനെ എല്ലാ ആളുകളും സ്വീകരിക്കും, അവനെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടും. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, വലാ അസ്അലു മിനല്ലാഹി ഹാജത്തൻ ഇല്ലാ അതാഉ, എന്ത് കാര്യം അവന് അള്ളാഹുവിനോട് ഈ സ്വലാത്ത് ചൊല്ലി ചോദിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും. ഫലാ തഹസുലു ആദിൽ ഫവായിദ്, ഈ പറഞ്ഞ കുറെ 10ഓളം നേട്ടങ്ങൾ, സ്വലാത്തു നാരിയ ചൊല്ലിയാൽ കിട്ടുന്ന 10ഓളം നേട്ടങ്ങൾ മഹാനായ ഖുർത്തുബി പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഇത് കിട്ടണമെങ്കിൽ ഇല്ലാ ബിൽ മുദാവമ, ഇത് നിത്യമാക്കണം, ഇത് പതിവാക്കണം. മാസത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലുന്നവർക്കല്ല, ഇത് നിത്യമായി 41 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അല്ലെങ്കിൽ അവനിക്ക് കഴിയുന്ന എത്ര വലിയ സംഖ്യ ആട്ടെ, ആ ഒരു സംഖ്യ വെച്ച് അവന് എല്ലാ ദിവസവും ചൊല്ലിയാൽ അവന്റെ ഈ പറഞ്ഞ 10ഓളം ആവശ്യങ്ങള്, അവൻ അനുഭവിക്കുന്ന വിഷമങ്ങള് ദുഃഖങ്ങള് എല്ലാം മാറിക്കിട്ടും. അവന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയായി കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് തൂനിസി എന്ന മഹാനവരുകൾ പറയുകയാണ്, മൻ ദാവമ അലാ ഹാദി സ്വലാത്തിൻ നാരിയ, ഈ നാരിയത്തു സ്വലാത്ത് ആരെങ്കിലും പതിവാക്കിയാൽ കുല്ല യൗമിൻ 11 മറ, 11 പ്രാവശ്യം ആരെങ്കിലും ഇത് പതിവാക്കിയാൽ കഅന്നഹാ തുനസ്സിലു റിസ്ഖ മിനസ് സമായി വതുംബിതുഹു മിനൽ അർള്, അവനിക്ക് റിസ്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെയും ഭൂമിയിൽ നിന്ന് മുളക്കുന്നത് പോലെയാണ് അവനിക്ക് അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ റിസ്ക്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്ത്രം, അതുപോലെ തന്നെ പണം, വീട് എല്ലാം താമസിക്കാൻ ആവശ്യമായ, അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. ഇത് എല്ലാ ദിവസവും 11 പ്രാവശ്യം പറഞ്ഞാൽ, അങ്ങനെ ഓരോ മഹാന്മാരും ഓരോ നേട്ടങ്ങളും ഫലങ്ങളുമാണ് പറഞ്ഞത്. മഹാനായ ഖുർത്തുബി ഇമാം വീണ്ടും പറയുകയാണ്, ഒമൻ അറാദ തഹ്സീല അംരി മുഹ്മിൻ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയായി കിട്ടണം. ഔ ദഫ്ഇ ബലാഇ മുഖീമിൻ, അല്ലെങ്കിൽ നാട്ടിൽ വലിയൊരു മുസീബത്ത് ഇറങ്ങിയിട്ടുണ്ട്, കൊറോണ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ എന്തോ ആകട്ടെ ഇറങ്ങിയിട്ടുണ്ട്, അത് നീങ്ങിക്കിട്ടണം. ഈ തഫ്രീജിയ സ്വലാത്ത് അഥവാ നാരിയത്തു സ്വലാത്ത് നീ ചൊല്ലിക്കോ. വല്യതവസ്സലു ബിഹാ ഇലൻ നബി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സുലാക്കി ദുആ ചെയ്തോ. 4444 മറ, 4444 പ്രാവശ്യം സ്വലാത്തു നാരിയ ചൊല്ലി നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി നീ ചോദിച്ചാൽ ഫഇന്നല്ലാഹ തആല യൂഫികു മുറാദഹു വമത്ലൂബഹു അലാ നിയത്തി, എന്ത് ഉദ്ദേശമാണോ അത് അല്ലാഹു പെട്ടെന്ന് നിനക്ക് പൂർത്തീകരിച്ചു തരും.
അത്രയും മഹത്വമുള്ളൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ വതഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാത്തിം ഇസ്തിസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ, പടച്ചവനെ പൂർണ്ണമായ സ്വലാത്തുകളും പൂർണ്ണമായ സലാമുകളും നീ ചൊല്ലണം അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിന്റെ മേൽ ചൊല്ലണം. അല്ലത് എങ്ങനെയുള്ള നേതാവാണ്, എങ്ങനെയുള്ള നബിയാണ്? തൻഹല്ലു ബിഹിൽ ഉഖദ്, എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ കെട്ടുകളാണെങ്കിലും, ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകൾ, അതിന്റെ അർത്ഥം പ്രയാസങ്ങളാണെങ്കിലും തൻഹല്ലു, അത് നീങ്ങിക്കിട്ടും, അത് മാറിക്കിട്ടും ആ നേതാവിനെ കൊണ്ട്. വതൻഫരിജു ബിഹിൽ ഖുർബ, വിഷമങ്ങളെ മാറിക്കിട്ടും. വതുഖ്ളാ ബിഹിൽ ഹവായിജ്, ആ നേതാവിനെ കൊണ്ട് എത്ര വലിയ ആവശ്യമാണെങ്കിലും അത് പൂർത്തിയായി കിട്ടും. വതുനാലി ബിഹിർ റഗായിബ്, ആ നേതാവിനെ കൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. വഹുസ്നുൽ ഖവാത്തിബ്, ആ നേതാവിനെ കൊണ്ട് അന്ത്യം നന്നായി കിട്ടും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്ത് കിട്ടും ആ നേതാവിനെ കൊണ്ട്. വഇസ്തിസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം, ആ നേതാവിനെ കൊണ്ട് സഹായം ചോദിച്ചാൽ, ആ നേതാവിനോട് ഇസ്തിസ്ഖ, ആ നേതാവിനോട് ഇസ്തിഗാസ നടത്തിയാൽ, സഹായം ചോദിച്ചാൽ, ദുആ ചെയ്താൽ മേഘത്തിൽ നിന്ന് വരെ അല്ലാഹു മഴ വർഷിപ്പിക്കും. മേഘത്തിൽ നിന്ന് വരെ ആ നേതാവിനെ കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും. അത്രയും വലിയ നേതാവാണ്. വഅലാ ആലിഹി വസ്വഹ്ബി, ആ നേതാവിന്റെ കുടുംബത്തിന്റെ മേലിലും മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിന്റെ മേലിൽ നിന്ന് സ്വലാത്തും സലാമും ചൊല്ലണം. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, ശ്വാസമുള്ള കാലത്തോളം ഓരോ സെക്കൻഡിലും സ്വലാത്തും സലാമും നീ ചെല്ലണം എന്ന നല്ലൊരു അർത്ഥമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദ്ഹുകളും ഉൾക്കൊണ്ട ഒരു സ്വലാത്താണ്. വലിയ മഹത്വവും ഫലവുമുള്ള സ്വലാത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് നാം ഒരു 11 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലാൻ നാം സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കടന്നു വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമത്തിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് പെട്ടെന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. പരിശുദ്ധ റമളാനു ശരീഫിനിക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.